മുഖ്യമന്ത്രിയുടെ ഭിന്നശേഷിക്കാരുടെ മുഖാമുഖം പരിപാടിയിൽ വിവിധ മേഖലകളിലുള്ളവരുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിനറുണ്ട്, ഭിന്നശേഷിക്കാരനാണ്. ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനറായി വളർന്നു. അമ്മയുടെയും മകൻ്റെയും ഒന്നിച്ച് ഒത്തൊരുമയോടെയുള്ള അതിജീവനത്തിൻ്റെ പോരാട്ടമാണ് കോട്ടയത്ത് നിന്നുള്ള അജിൽ ഇപ്പോൾ നമുക്കൊപ്പം നിൽക്കുന്നത്. ഈ അജിലിനെ പോലെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ആ മോട്ടിവേഷൻ നൽകുന്നത്, ഭിന്നശേഷിക്കാർക്ക് മോട്ടിവേഷൻ നൽകുന്നത്, ജീവിതത്തിൽ പ്രചോദനമാകുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അമ്മ. ഈ അമ്മയോട് സംസാരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ജീവിത പോരാട്ടത്തിൻ്റെ ആ കണ്ണുകളിലുണ്ട്. അജിലിനെ പോലെ ഒരാളിനെ ആദ്യം ഭിന്നശേഷി ഉണ്ടായിരുന്നു, ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നു. ഓരോ ഘട്ടവും കഴിഞ്ഞ് അവൻ വളർന്ന് ഇന്ന് ഭിന്നശേഷി മേഖലയിൽ ഏറ്റവും നല്ല ട്രെയിനറായി മാറി എന്നതാണ്. ആദ്യം അമ്മയോട് ചോദിക്കാം, ഈ അമ്മ നടത്തിയ പോരാട്ടമാണ് ഈ ഭിന്നശേഷിക്കാർക്കും അവരുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനം. മകൻ ഇവിടം വരെ എത്തി. ഇന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനാണ് മകൻ വരുന്നത്. ഈ നിമിഷത്തെ എങ്ങനെയാണ് അമ്മ ഓർക്കുന്നത്? ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ മോൻ ഇവിടെ വരെ എത്തിയത് ദൈവത്തിന് ഒത്തിരി നല്ല കൃപയുണ്ട്. പിന്നെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മോനെ ഇതുപോലെ വളർത്തി ഒത്തിരി പൈസയായി. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മോന് വേണ്ടി തന്നെ വളർന്നു. സ്പോർട്സിൽ ഇൻ്റർനാഷണൽ വരെ എത്തിയിട്ടുണ്ട്. ആള് ലോങ് ജമ്പിൽ റെക്കോർഡ് മോൻ്റെ പേരിലാണ് കിടക്കുന്നത്. ആള് ഷോർട്ട് പുട്ടിൽ ഡൽഹിയിൽ നടന്നതിന് വെങ്കല മെഡൽ നേടി. ആള് പാലിയേറ്റീവ് കെയറിൻ്റെ നല്ല ട്രെയിനറാണ്. 13 വയസ്സ് തൊട്ട് പ്രായമായവരെ നോക്കുന്ന ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 24 വയസ്സായി. കോട്ടയം ജില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരവസരവും കിട്ടിയില്ല. മോനും ഞാനും കൂടെയാണ് ജോലി പഠിച്ചുകൊണ്ടിരുന്നത്. അവന് വേണ്ടി ഞാനും പഠിക്കാൻ ഇറങ്ങി. ഞാനും ഹോം നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവസാനം കുറേ ഡോക്ടർമാരെ വിളിച്ച് മോനെ പാലക്കാട് സഹജീവനത്തിലെ മനോജ് എന്ന് പറയുന്ന ഒരു സാറ്, മണിമേന്ന് പറയുന്ന ഒരു സാറ് മുഖാന്തരം ആ സാറിനെ പരിചയപ്പെട്ട് അവിടെ മോന് 10 ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് ഇപ്പോൾ 1.5 വർഷമായിട്ട് മോൻ ഡെത്ത് കെയർ വരെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു മോനാക്കി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ പ്രാവശ്യം പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നതിന് ആൾക്ക് ഭിന്നശേഷി അവാർഡ് വരെ കിട്ടി. ആ കൂടെ തന്നെ സ്പെഷ്യൽ സ്കൂൾ അടിമാലി മച്ചിപ്ലാവിൽ നിന്നാണ് സ്പോർട്സിലേക്കും പോകുന്നത്. ഒരമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടമാണ്. അമ്മ ആദ്യം മകന് ഭിന്നശേഷിക്കാരനാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു തളർച്ചയുണ്ട്. പക്ഷേ ആ തളർന്ന ഈ അമ്മ ഇരുന്നില്ല. മകനെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ വളർത്തിയെടുത്തു, അവനെ പഠിപ്പിച്ചു. ഒപ്പം അമ്മ കൂടി പഠിച്ചാണ് അവനെ പഠിപ്പിച്ചെടുത്തത്. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ രംഗത്തെ ഏറ്റവും നല്ല ട്രെയിനറായി അജിൽ മാറിയിട്ടുണ്ട്. അജിലിനോട് തന്നെ ചോദിക്കാം. കായിക രംഗത്ത് മിടുക്കനാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ പാലിയേറ്റീവ് രംഗത്തും ട്രെയിനറായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അമ്മയും മകനും നടത്തിയൊരു പോരാട്ടം കൂടിയുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഭിന്നശേഷിക്കാർക്കെല്ലാം ഇത് കാണണം, അറിയണം. എന്താണ് അജിലിന് ഇപ്പം പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ പറയാന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് ഈ ലെവലിൽ തന്നെ എത്തിച്ച്. കുറേയധികം കാശും കാര്യങ്ങളെല്ലാം മുടക്കി, ടാബ്ലറ്റ് പോലും കഴിച്ചോണ്ടത്. പിന്നെ അതെല്ലാം നിർത്തിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ഗുരുകുലം എന്ന് പറഞ്ഞ സ്കൂളിലാണ് വിട്ടിട്ട് ഞാൻ ആരാ എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നത്. പിന്നെ ഇഷ്ടപ്പെട്ട മേഖല ഹെൽത്ത് മേഖലയാണ്. ഞാൻ പാലിയേറ്റീവ് കെയറിൽ ഏകദേശം ഒരു 7 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തിൻ്റെ രീതിയിൽ ഒരു ജോലി കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുവാണെങ്കിലും അത് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ തെരുവിൽ കിടക്കുന്നവരെ പോയി കുളിപ്പിക്കാനും എനിക്ക് യാതൊരു മടിയില്ല. അവരുടെ എല്ലാ കാര്യവും ചെയ്യാൻ എനിക്കൊരു മടിയില്ലാതെ എന്തും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. എനിക്ക് ഇപ്പോഴത്തെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ ഒരു ജോലിയാണ്. അതിനും കൂടുതൽ വേറെ ഒരു ഭിന്നശേഷിക്കാരൻ അവൻ വളർന്നു വന്നു. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സമൂഹത്തെ സേവിക്കണം. ഏറ്റവും തെരുവിൽ കിടക്കുന്ന നിർധനരായിട്ടുള്ള രോഗികളെ അടക്കം സേവിക്കാൻ ഞാൻ തയ്യാറാണ്. ആരോഗ്യരംഗത്ത് തനിക്ക് പ്രവർത്തിക്കണം എന്നതാണ് അവൻ്റെ ആഗ്രഹം. അവൻ്റെ അമ്മയും അവന് നടത്തിയൊരു പോരാട്ടമാണ്. അമ്മ നേരത്തെ ആവശ്യപ്പെട്ടത് അവനൊരു തൊഴിൽ വേണം. അതുകൊണ്ട് അവൻ്റെ മാത്രം ആവശ്യമല്ല, ഈ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ അമ്മ പറഞ്ഞത്. അവരെല്ലാം കേൾക്കാൻ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി തയ്യാറാകുന്നു. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ലഭിക്കുന്നു. അവിടേക്കാണ് ഈ അമ്മ എത്തിച്ചേർന്നിട്ടുള്ളത്. അമ്മയ്ക്ക് വീണ്ടും എന്തോ പറയാനുണ്ട്. എൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എൻ്റെ മോനെ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് ഡ്രൈവർ കം അറ്റൻഡർ പോസ്റ്റിലേക്ക് വിളിച്ചു. ഞാൻ ഈ കൊച്ചിനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി 15 പ്രാവശ്യം ലേണേഴ്സ് എഴുതിക്കാൻ കൊണ്ടുപോയിട്ട് അവിടുത്തെ അവർക്ക് എൻ്റെ മനസ്സ് കണ്ടുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ലൈസൻസ് കൊടുത്തത്. ബുള്ളറ്റ് വരെയുണ്ട് എൻ്റെ മോന്. അവന് ഇൻ്റർവ്യൂവിന് ചെന്ന് എല്ലാം പാസ്സായി. അവന് പറയണത് ഭിന്നശേഷിക്കാർക്ക് ഈ ജോലി
കുഞ്ഞ്, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളിത് കാണണം, നിങ്ങളിത് പറയണം. എല്ലാ മക്കൾക്കും വേണ്ടിയാ. ഇതുപോലെ എത്ര കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടെന്നറിയോ? 28,500 സ്കോളർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സ്പെഷ്യൽ സ്കൂളിൽ മാത്രം വിടുക. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം കഴിവുകളുണ്ടെന്നറിയാമോ? അത് നോക്കി അവർക്ക് ചെയ്യാവുന്ന ജോലികൾ, അവരെ ചെയ്യാവുന്ന അവസരങ്ങൾ കൊടുക്കും. നിങ്ങൾ അവരെ കൂടെ വളർത്ത്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്കാരെ പുറന്തള്ളാതെ അവരെ കൂടെ നിങ്ങളെ കൈ കോർത്ത് ഭിന്നശേഷിക്കാരുടെ കൂടെ ഒപ്പം കൊണ്ടുപോകുക. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ നമ്മുടെ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക നൂലാമാലയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസരം നിഷേധിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാർക്ക് പറയാനുള്ള അവസരം കൂടിയാണ്. അമ്മ പറയുന്നത് അത്തരം പ്രശ്നങ്ങൾ കൂടി അഭിമുഖീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. അത് ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള മുഖാമുഖത്തിൽ ഈ അമ്മയും മകനും അവതരിപ്പിക്കും. അതിനുള്ള അവസരമാണ് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്ക് സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു നവീനമായ ആശയത്തെ അവർ പിന്തുണയ്ക്കുന്നു. ഒപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ പറയാനുള്ള അവസരത്തെ അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ അമ്മയുടെയും മകൻ്റെയും ജീവിതത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കപ്പെടേണ്ടവരല്ല. അവർ ജീവിതത്തിൻ്റെ മുൻനിരയിലേക്ക് വരേണ്ടതാണ്. ആ വരാൻ കഴിയുന്ന തരത്തിൽ പ്രചോദനമാകാൻ ഈ അമ്മയ്ക്കും മകനും കഴിയുന്നുമുണ്ട്. ക്യാമറ പേഴ്സൺ ഷാജിലേക്കൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.